ഹൈ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് കേട്ടത്. കഫീലിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. അങ്ങനെ അതായത് ലിഫ്റ്റിൽ വെച്ചിട്ടാണ് എനിക്ക് വിളിക്കും, മുഹമ്മദ് ലിഫ്റ്റിൽ ഫുഡുണ്ട് വന്നെടുത്തോന്ന് അറിയും. അപ്പോൾ എന്നും തരുന്ന മാതിരിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നുള്ളത്. ഇതൊക്കെയാണ് അവർ കഴിക്കലുണ്ട്. അവർ കഴിക്കുന്ന ഓരോ സാധനങ്ങൾ എനിക്ക് തരും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഇത് റൈസും കാര്യങ്ങളൊക്കെ ഇത് പുറത്തുനിന്ന് കിട്ടണതാട്ടോ. അപ്പോൾ എല്ലാവരും ചില്ലറ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞൊരു 12 മണിയായപ്പോൾ ഞാൻ മക്കത്തേക്ക് പുറപ്പെട്ടു. ഞാൻ വണ്ടിയിട്ടാണ് പോണത്. പക്ഷേ ഇവിടെ ജിദ്ദയിൽ കിലോപ്പത്ത് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് അധികം ആളുകളും അവിടെ പോക്ക്, ഉംറക്ക് പോക്ക്. ഭയങ്കര തിരക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വണ്ടിയിട്ട് പോയാൽ ഈ സമയത്ത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ 12 മണി ആയിക്കണം. 1 മണിക്കെങ്കിലും അവിടെ എത്തിയാലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. സുബഹിസ്കരിച്ചുകൊണ്ട് റിട്ടേൺ വരണമെങ്കിൽ ഈ സമയത്ത് പോകണം. അപ്പോൾ ഇതാണ് കിലോപ്പത്ത്. അപ്പോൾ ഞാനിവിടെ വണ്ടി ഇട്ടുകാണ്ട് പോവാന്ന്. ഇതൊക്കെ ആളുകൾ വണ്ടി ഇട്ടുകാണ്ട് ഇവിടുന്ന് ടാക്സിക്ക് പോയതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇട്ടുകാണ്ട് ഇഹ്റാം കെട്ടിക്കാണ്ട് ആണ് ഡ്രൈവർ സീറ്റിൽ വെച്ചാൽ ഇപ്പോൾ സാധാരണ ചെക്ക് പോയിൻ്റ് ഇല്ലാതെ വേറൊരു ചെക്ക് പോയിൻറ്റും കൂടെ ഉണ്ടാവും റമളാൻ മാസമായതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് കടത്തി വിടൂല. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ടാക്സിക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിലേറെ നല്ലത് ഇവിടെ ഇട്ടുകാണ്ട് പോകണം. അതാണ് ആളുകളൊക്കെ ഇവിടെ വണ്ടി ഇട്ടുകാണ്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഇവിടെ ഒരുപാട് ബിൽഡിങ്, ലക്ഷക്കണക്കിന് ഇല്ലെങ്കിലും ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളുള്ള സ്ഥലങ്ങളായിരുന്നു. ഇതൊക്കെ വിഷൻ 2030 ഭാഗമായിട്ട് പൊളിച്ചതാണ് കേട്ടോ. ഞാൻ ജോലി എടുത്തിരുന്നൊരു കമ്പനിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു പോയി. അപ്പോൾ ഞാനിവിടെ എൻ്റെ വണ്ടി ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ സേഫായി ഇടാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ റമളാൻ മാസം ആയതുകൊണ്ടും 24 മണിക്കൂറും ആളുകളെ തിരക്കുണ്ടായതുകൊണ്ടും പോലീസും അതുപോലെ ആളുകളൊക്കെ നല്ല വന്നു പോകേണ്ട സമയമാണ് കേട്ടോ. കാരണം ജിദ്ദക്കാർ ഇവിടെ നിന്നാണ് ഹറമക്ക് കണ്ട് മക്കത്തേക്ക് പോകും അധികം. ടാക്സി ഇവിടെ നിന്നാണ് ഉണ്ടാവില്ല. അങ്ങനെ ഞാനൊരു ടാക്സി വിളിച്ച ജിദ്ദയിൽ നിന്ന് 20 റിയാൽ കേട്ടോ. സ്വന്തമായിട്ട് വിളിച്ചതല്ല, ഷെയർ ടാക്സിയാണ്. അങ്ങനെ എന്നും നമ്മൾ സ്വന്തം വണ്ടിയിട്ട് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷേ ഈ സമയത്ത് ഇവർക്ക് സ്വന്തം വണ്ടിയിട്ട് വന്നാൽ ഒന്നാമത് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ രാവിലെ വരെ തെണ്ടി നടക്കേണ്ടി വരും ഒരു പാർക്കിങ് കിട്ടാൻ. എന്നാൽ തന്നെ സേഫ് ആവില്ല, ചിലപ്പോൾ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരു 1:30 മണിയായപ്പോൾ ഞാൻ ഹറമിലെത്തിയിട്ടാ. സത്യം പറഞ്ഞാൽ വിചാരിച്ച പോലുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് തവണ കണ്ടാലും ആദ്യം കാണുന്നൊരു ഫീലാണ് കഅബമൊക്കെ നോക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ തിരക്കില്ലാത്തതെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതാണല്ലോ, നിർത്തിവെച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊന്നും പിന്നെ വരാൻ സാധിക്കാത്ത ഒരു ഇതുകൊണ്ടാവും പിന്നെ തിരക്കില്ലാത്തതെന്ന് വിചാരിക്കണം. അങ്ങനെ ഉംറ കഴിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ടാ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് വേഗം പോയി കണ്ട് ചെറുതായിട്ടൊന്ന് അത്താഴം കഴിച്ച് കണ്ട് ഒന്നും കൂടെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. കാരണം എന്താ വെച്ചാൽ ഉംറ കഴിഞ്ഞിട്ട് ശരിക്കും പ്രാർത്ഥിച്ചാനുള്ളൊരു ഇത് കിട്ടിയില്ല. ഒന്ന് ബാത്റൂമിൽ പോകേണ്ടിനു, പിന്നെ അത്താഴം കഴിക്കണം. അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്നത്തെ നോമ്പ് പണിയാവും. ഉംറ ചെയ്യാൻ ഒരുപാട് നടന്നതല്ലേ, അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് ഉംറ ചെയ്തപ്പോൾ ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അങ്ങനെ ഉള്ളിലൊന്നും കൂടെ പോയി. ഞാൻ ഉംറ ചെയ്തത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ആ കാണുന്ന അവിടെയാണ് ഞാൻ ഉംറ ചെയ്തത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ സുബഹിസ്കരിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 6 മണി ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് റിട്ടേൺ പോന്നു. എൻ്റെ ചെരുപ്പൊക്കെ ഞാൻ അവിടെ മിസ്സായതല്ല, ഞാനിവിടെ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഷെയർ ടാക്സി വിളിച്ചുകൊണ്ട് വീണ്ടും ജിദ്ദയിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഞാൻ രാത്രി കാണിച്ചു തന്ന കിലോപ്പത്ത് പറഞ്ഞൊരു സ്ഥലമാണ് ഇട്ടത്. ഇവിടെ നിന്നാണ് ജിദ്ദക്കാരധികവും
ഷെയർ ടാക്സി വിളിച്ചുകാണ്ട് ഉംറക്ക് പോകുന്ന സ്ഥലമാണിത്. ഇതൊക്കെ ആളുകൾ ഇവിടെ സ്വന്തം വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ടാക്സി വിളിച്ച് പോയതാണ്. എന്നെ സംബന്ധിച്ച് ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചൊരു സ്ഥലമാണ് കേട്ടത് ഈ കിലോപത്ത് പറഞ്ഞത്. അതായത് ഞാൻ ഈ കുബൂസിൻ്റെ സെയിൽ ചെയ്തിരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ദിവസം ഉണ്ടായി രാത്രി ഈ പൊളിക്കുന്ന സമയത്താണ്. രാത്രി അങ്ങനെ ആളും മനുഷ്യനും ഇല്ലാത്തൊരു സമയമായിരുന്നു. എല്ലായിടത്തും റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അന്നൊരിക്കൽ ഞാനിങ്ങനെ പതുക്കെ വരികയാണ് വണ്ടിയിട്ട്. രാത്രി ഒരു 3:30 സമയത്തുണ്ട്. അങ്ങനെ ഒരാൾ എൻ്റെ വണ്ടീൻ്റെ ഡോറിൻ്റെ അവിടെ ചാടി കയറിക്കാണ്ട് കയ്യിലുള്ള പൈസ ഒക്കെ തട്ടിപ്പറിക്കാനൊക്കെ നോക്കി. പക്ഷേ ഞാൻ മൂപ്പര് ഡോർമ തൂങ്ങി, ഞാൻ വണ്ടി എടുത്ത് വിട്ട് മൂപ്പര് ഡോർമെന്ന് കൊഴിഞ്ഞാടി. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അതേപോലെ ചെറിയ സാധാ ലൈസൻസ് സെറ്റ് വലിയ വണ്ടി ഓടിച്ചിട്ട് 1000 റിയാൽ 1-2 വട്ടം ഫൈൻ വന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന്. ആ കാണുന്ന സ്ഥലത്തൊക്കെ മുഴുവൻ ബിൽഡിങ് കേട്ടോ. അപ്പോൾ ആ തലക്ക് കാണുന്നത് റവാബിയാണ്. അതുവരെ ബിൽഡിങ്ങുകൾ അതിനൊക്കെ പൊളിച്ചു പോയതാണ്. ഇവിടെ ഒരുപാട് മലയാളികളെ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെ വണ്ടി ഇതവിടെ ഉണ്ട് സേഫായിട്ട്. പക്ഷേ രാത്രി മഞ്ഞുണ്ടായിരുന്നു തോന്നുന്നു. ബോണറ്റുമ്മയും മെയിൻ ഗ്ലാസ്സുമൊക്കെ ഫുൾ വെള്ളമാണ്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നേരെ റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് നമുക്കൊരു 3 മണി വരെ ഉറങ്ങാം. അതുവരെയുള്ള ടൈമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.